കാസർഗോഡ് സെന്റ് ഓഫ് പാർട്ടി ആഘോഷമാക്കാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ യുവാവ് അറസ്റ്റിലായി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ വിവരങ്ങളിലേക്കാണ്. കളനാട് സ്വദേശി സമീറിനെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് നഗരത്തിലെ സ്കൂളിൽ ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്തത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, വലിയ ലഹരി സംഘത്തിലെ ഒരു കണ്ണിയാണോ ഈ പിടികൂടിയ പ്രതി? ഇയാൾ മറ്റു സ്കൂളുകളിലും ഈ കുട്ടികൾക്ക് കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെ എത്തിച്ച് നൽകിയെന്നാണോ നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ? വിജയകുമാർ, കാസർഗോഡ് നഗരത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കഞ്ചാവും MDMA ഒക്കെ ലഭിക്കുന്നു എന്നൊരു വിവരം പോലീസിന് ഉണ്ടായിരുന്നു. ആ രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സുകാരുടെ സെൻറ് ഓഫ് ആഘോഷിക്കുന്ന കാസർഗോഡ് നഗരത്തിലെ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയത്. അങ്ങനെ 4 വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. 4 ആൺകുട്ടികളാണ്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് സമീറാണ് ഈ കഞ്ചാവ് ഇവർക്ക് എത്തിച്ചു നൽകിയെന്ന വിവരം പോലീസിന് ലഭിച്ചത്. കളനാട് സ്വദേശിയാണ് ഈ സമീർ ഈ പ്രദേശങ്ങളിൽ ഈ ലഹരി വസ്തുക്കൾ, അതായത് കഞ്ചാവും MDMA ഒക്കെ വിൽപ്പന നടത്തുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സമീറിനെ പിടികൂടുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം ആക്രമിക്കുകയും ചെയ്തു, ഈ പ്രതി ആക്രമിക്കുകയും ചെയ്തു. അതിനും പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടികൾ കേന്ദ്രീകരിച്ച്, വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി കഞ്ചാവ് വിൽപ്പന ഈ പ്രദേശങ്ങളിൽ നടക്കുന്നു. കാസർഗോഡ് നഗരത്തിലെ പല സ്കൂളുകളിലും നടക്കുന്നു എന്ന വിവരം പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് SP-ക്ക് കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ നടക്കാനിരിക്കുകയാണ്. 10ാം ക്ലാസ് +2 പരീക്ഷയൊക്കെ നടക്കാനിരിക്കുകയാണ്. ആ സമയങ്ങളിൽ സെൻറ് ഓഫ് പാർട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളും പിടിമുറുക്കുന്നു എന്ന വിവരമാണ് പോലീസിനുള്ളത്. പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ പിടികൂടാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വിജയകുമാർ. യെസ്, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. എത്ര ഗുരുതരമായ സാഹചര്യമാണ് വിദ്യാലയങ്ങളിലൊക്കെ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ്.